നിങ്ങൾ എല്ലാവരും തന്നെ എന്നെ അറിയും. ജെയിംസ് മഞ്ഞാക്കൽ, 80 വയസ്സായ ഒരു വൈദികൻ, 52 വർഷമായി വൈദികനാണ്. ഡോക്ടർ ബിജിയെ ഞാൻ യൂറോപ്പിൽ നിന്ന് വന്ന അന്നും മുതൽ അറിയാം. ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രസംഗിച്ചടക്കുന്നു. അങ്ങനെ ഞാൻ വീൽ ചെയറിൽ വരേണ്ടി വന്നു. എനിക്ക് GBS, ഗിലാംബാരെ സിൻഡ്രോം വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞു. ഇവിടെ ഞാൻ കാരിസ് ഭവനിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വേദന, നീര്, അസ്വസ്ഥത, ഉറക്കമില്ലായ്മ ഒക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു വൈദികൻ, ഫാദർ ബിജിലച്ചൻ എന്നറിയപ്പെടുന്ന പ്രാസംഗികനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് നടുവിനും വേദനയൊക്കെ ഉണ്ടാകുമ്പം എന്നെ നോക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ഞാൻ പരിചയപ്പെടുത്താമെന്ന്. അതിനുശേഷം അത് ഞാൻ പരിചയപ്പെടുന്നു. അന്ന് മുതൽ എൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടപ്പോഴെല്ലാം ഓടി വരും, ദൂരത്തിലാണെങ്കിലും. അപ്പോൾ അദ്ദേഹം മെഷീനൊക്കെ വെച്ച് എൻ്റെയൊക്കെ മസാജ് തരും, കൈകൊണ്ടും മസാജ് തരും. അങ്ങനെ എൻ്റെ വേദന ബബ്ബ കിടക്കും. അങ്ങനെ ഉറങ്ങാൻ പറ്റും. അങ്ങനെ എനിക്ക് ഇഫക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയും, ഈ മെഷീനൊന്നും അല്ല എന്നെ സുഖപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ കരങ്ങളിലൂടെ വരുന്ന എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ധാരാളം പേർക്ക് അവിടെ പോകാനും ചികിത്സിക്കാനും, ഞാൻ ചികിത്സ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പിന്നെ അവിടുത്തെ ശുശ്രൂഷ ലഭിക്കുവാനും ഇടയാകുന്നുണ്ട്. അവിടെ പ്രവർത്തിക്കുന്നത് ഡോക്ടർ ബിജി അല്ല, തമ്പുരാൻ യേശു ക്രിസ്തുവാണ്. തൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്താൽ ആളുകളെ സുഖപ്പെടുത്തുന്നു. ഇതൊരു ബിസിനസ്സല്ല. ഇന്ന് നമുക്കറിയാം, ഡോക്ടർമാരും ആശുപത്രികളെല്ലാം ബിസിനസ്സാണ്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം കർത്താവിന് മഹത്വം കൊടുക്കുക, കർത്താവിന് സ്തോത്രം നൽകുക എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത എനിക്കും കരിസ്മയിലുള്ള എല്ലാവർക്കും അറിയാം. പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്നു, എല്ലാത്തിനും അത് ഹൃദയത്തിൽ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ മക്കൾ ഇപ്പോൾ 2 പേരുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താൻ നന്ദി പറയാൻ ഡോക്ടർ ബിജിയെ ഓർത്തുകൊണ്ട്. യാദൃശ്യമായിട്ടാണ് പരിചയപ്പെട്ടെങ്കിലും യാദൃശ്യമല്ല, കർത്താവിൻ്റെ പ്ലാനായിരുന്നു. നമുക്ക് യാദൃശ്യം എന്നൊരു വാക്കില്ല നമ്മുടെ ജീവിതത്തിൽ. എല്ലാം കർത്താവ് മുൻകൂട്ടി തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന പദ്ധതിയാണ്. അതായിരുന്നു ഡോക്ടറെ പരിചയപ്പെടാൻ എനിക്ക് ഇടയായത്. ഇപ്പോൾ ഞങ്ങൾ അത്രമാത്രം അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. ഒരു കുടുംബ ബന്ധം പോലെയാണ് ഞങ്ങളുടെ ബന്ധം. എനിക്ക് വീൽ ചെയറിലായതുകൊണ്ട് കൂടെ വീട്ടിൽ പോകാനോ ചോറിനാനോ കപ്പയിനാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഹൃദയത്തിൽ ഞങ്ങൾ പരസ്പരം എന്നും പ്രാർത്ഥിക്കും. കൂടെ എന്നെ ഫോണിൽ വിളിക്കും, ഞാൻ വിദേശത്തായിരിക്കുമ്പോഴെല്ലാം. അങ്ങനെ എനിക്ക് പരിചയപ്പെടാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ചികിത്സിക്കാൻ നിങ്ങൾ അവിടെ പോകണ്ട, കൃപയ്ക്കായിട്ട് പോവുക. കൃപ വരുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. എത്ര വലിയ രോഗമായാലും യേശു ക്രിസ്തു വന്നത് കൃപയിലൂടെ നമ്മളെ സൗഖ്യപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കാനും ആണ്. അതുകൊണ്ട് ഇത് കേട്ട നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. കർത്താവ് ഈശോയെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മകനെ പോലെ ഞാൻ കരുതുന്ന ഡോക്ടർ ബിജി അങ്ങേക്ക് അർപ്പിക്കുന്നു. എനിക്കൊരു മകൻ എന്ന് പറയാൻ സാധിക്കും, എനിക്ക് വയസ്സുണ്ടായതുകൊണ്ട്. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അദ്ദേഹത്തെ നല്ല ആയുസ്സ് കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, കൃപ കൊടുത്ത് കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ വരുന്ന ധാരാളം പേർക്ക് ആ കൃപയിലൂടെ സൗഖ്യം കിട്ടുവാൻ ഇടയാകട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശു ആരാധന. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.